ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പ്രിയ പരമ്പരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അനുശ്രീ അലോക കേസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇതിനൊക്കെ ശേഷം നമ്മുടെ ആനന്ദ് തന്നെ ദേവിയെ പറ്റിയുള്ള സകല സത്യങ്ങളും വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ ബാലനും ഗോമതിയും അതുപോലെ തന്നെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ദേവി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തോ, ഇങ്ങനെ ചതി നടത്തിയാണോ ദേവി ഈ കുടുംബത്തിലെ മരുമകളായി വന്നത് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും കഴിയാതെ നിൽക്കുക. ആനന്ദ് തനിക്കിനി ഒരിക്കലും ദേവിയോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉദയഭാനുവിന്റെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടുക്കാണ് നമ്മുടെ ആനന്ദ്. അങ്ങനെ ആനന്ദാണെങ്കിൽ ഉദയഭാനുവിനെ വീട്ടിലേക്ക് ആ രാത്രി തന്നെ വിളിച്ചു വരുത്തുന്നുണ്ട്. ബാലന്റെ മുന്നിൽ ഉദയഭാനു വളരെ തിരക്ക് അഭിനയിച്ച് നിൽക്കൂട്ടോ. എന്താ ബാല കാര്യം? ആനന്ദുമോൻ വേഗം വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. കാര്യമായിട്ട് പറഞ്ഞുമില്ല. ഞാനാണെങ്കിൽ സിംഗപ്പൂരിന് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. ആ ഫ്ലൈറ്റ് ഇപ്പം മിസ്സായി കാണും. എങ്കിലും സാരമില്ല, ദേവമംഗലത്തേക്ക് അത്യാവശ്യമായിട്ട് വരണമെന്ന് ആനന്ദ് പറയുമ്പം എനിക്കെൻ്റെ മോളല്ലേ വലുത് എന്നൊക്കെ പറയാം. ഇത് കേൾക്കുന്ന ബാലന് അടിമുടി ദേഷ്യം വരികയാണ് കേട്ടോ. എടോ, താൻ ഇനിയും എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കള്ളം പറയല്ലേടോ എന്ന് ബാലൻ പറയാണ്. അപ്പോൾ ബാലന്റെ ശബ്ദത്തിലെ മാറ്റം കേൾക്കുന്ന ഉദയഭാനു ഞെട്ടിത്തെറിച്ച് ദേവിയെ നോക്കുക. ദേവിയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഉദയഭാനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പെട്ടെന്ന് ആനന്ദ് പറയും, താൻ ഇനി കൂടുതൽ വന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. തൻ്റെയും തൻ്റെ മകളെയും പറ്റിയുള്ള സകല സത്യങ്ങളും എൻ്റെ വീട്ടിൽ എല്ലാവരെയും ഞാൻ അറിയിച്ചു. തൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടാ ഇപ്പം തന്നെ തന്നോട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ തൻ്റെ നാടകാഭിനയം കാണാനായിട്ടല്ല എന്ന് ആനന്ദ് പറയാം. അപ്പോഴത്തേക്കും ഉദയഭാനു എന്ത് ചെയ്യണമെന്നറിയാതെ ബാലന്റെ മുന്നിൽ നിൽക്കാണ്. അപ്പൊ ബാലൻ പറയും, അല്ല, തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് തന്നെയോ തൻ്റെ കുടുംബത്തെയോ പറ്റി കൂടുതലൊന്നും അന്വേഷിക്കാതെ ഈ കല്യാണം നടത്തിയ ഞാൻ തന്നെയാ തെറ്റുകാരൻ. ഇത്രയും വലിയൊരു കള്ളം ഈ കുടുംബത്തോട് ചെയ്യാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ? ഞാനും എൻ്റെ മക്കളോ ആരെങ്കിലും തന്നെയോ തൻ്റെ കുടുംബത്തെയോ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉദയഭാനുവിന് മറുപടി ഇല്ലാതെ നിൽക്കുക. ബാല അത് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. സ്വന്തം മകള് നല്ല കുടുംബത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണാനല്ലേ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുള്ളൂ. ഞാനും അങ്ങനെ അല്പ സ്വാർത്ഥത കാണിച്ചു പോയി. ബാലന്റെ ഈ കുടുംബത്തിൽ എൻ്റെ മകള് മരുമകളായി സന്തോഷത്തോടെ ജീവിച്ച് കാണാനുള്ള എൻ്റെ സ്വാർത്ഥതയാ ഇതിനെല്ലാം കാരണം. ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. ബാലൻ ഒരു ശുദ്ധനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. അത് അങ്ങനെയാ എൻ്റെ ഈ മകളുടെ കല്യാണം നടത്തേണ്ടി വന്ന ഒരച്ഛൻ്റെ ഗതികേട എന്ന് ഉദയഭാനു പറയാം. ഗതികേട് എന്ന് പറഞ്ഞ് ബാലൻ ഉദയഭാനുവിന്റെ ഷർട്ടിന് കുത്തി പിടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ദേവി സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്ന കാണുന്ന ബാലൻ കൈയെടുക്കുകയാണ്. കാരണം ദേവിയോട് ബാലൻ ഇപ്പോഴും സ്നേഹം തന്നെയാണ്. ഒരു പാവം കുട്ടിയാണ് ദേവി എന്നാണ് നമ്മുടെ ബാലൻ മനസ്സിൽ കരുതുന്നത്. ശരിക്കും ദേവിയുടെ അവസ്ഥ കാണുന്ന അവിടെ എല്ലാവർക്കും ഒരുപാട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഇതേസമയം ആനന്ദ് ഇനി ദേവിയുമൊത്ത് തനിക്കൊരു ജീവിതമില്ല, ഈ നിമിഷം തന്നെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം എന്ന് പറയാം. അപ്പം ആനന്ദിന്റെ മുന്നിലേക്ക് കൈകൂപ്പി നിൽക്കാണ്. എന്നിട്ട് പറയും, മോനെ ആനന്ദേ, ഇങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ. എൻ്റെ മകള് ഇതിനൊക്കെ എതിരായിരുന്നു. ഞാനും ശ്രീകരയും പറഞ്ഞു കൊടുത്തതൊക്കെ അവൾ ഒരുപാട് തവണ എതിർത്തതാ. ഞങ്ങൾ നിർബന്ധിച്ച അവളെ കൊണ്ട് ഈ കണ്ട കളങ്ങളൊക്കെ പറയിപ്പിച്ചത്. എൻ്റെ മോളോട് നീ ക്ഷമിക്കണം. നീ അവളെ ഉപേക്ഷിച്ച പിന്നെ എൻ്റെ മകൾ ജീവിച്ചിരിക്കില്ല എന്ന് പറയാണ്. ബാലൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ, ഒന്നും മനസ്സിലാക്കുക. എൻ്റെ ഗതികേട് കൊണ്ട് ഒരുപാട് ചതികൾ ഞാൻ ഈ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട് എന്ന് വീണ്ടും പറയാം. ഒരുപാട് ചതികളോ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് പോരാഞ്ഞിട്ട് കടയിൽ നിന്ന് കാശടിച്ചു മാറ്റിയതും താൻ തന്നെയല്ലേടോ എന്ന് ചോദിക്കാം. എന്ന് ഉദയഭാനുവിനോട് ബാലൻ ചോദിക്കും. കടയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയതും ഇതേ ഗതികേട് കൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. ബാല, എന്തൊക്കെയായി പറയുന്നത്? ഞാൻ കടയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുകയോ എന്ന് ഉദയഭാനു അപ്പം ചോദിക്കുക. പെട്ടെന്ന് ദേവിയാണെങ്കിൽ ഉദയഭാനുവിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. അച്ഛൻ എന്നോട് ഒരുപാട് കള്ളങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഗതികേടും നിവൃത്തികേടും അല്ലേന്നോർത്ത് ഞാനും അതൊന്നും ഇഷ്ടമില്ലെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തിലുള്ളവരോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം എന്നെ പറ്റിയുള്ള സകല സത്യങ്ങളും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിൻ്റെ പേരിലാണ് അച്ഛാ ഗോമതി സ്റ്റോറിൽ നിന്ന് എന്നെ കാണാനെന്ന വ്യാജേന വന്ന് കാശടിച്ചു മാറ്റിയത്? അച്ഛൻ എങ്ങനെ തോന്നി? എന്നോട് അല്പം പോലും സ്നേഹം അച്ഛന് ഇല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ആനന്ദ് പറയും, ഓ, നീയും കൂടി അറിഞ്ഞുകൊണ്ടാ നിന്റെ അച്ഛനും ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഇപ്പം കള്ളം പിടിച്ചപ്പം സ്വന്തം അച്ഛൻ്റെ തലയിൽ മാത്രം കുറ്റം എടുത്തിടുന്നു. നിന്റെ അഭിനയം അപാരം തന്നെ ദേവി എന്ന് ആനന്ദ് പറയാം. ആനന്ദേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഈ കുടുംബത്തിലുള്ളവരോട് ഞാൻ കാണിച്ച സ്നേഹം കള്ളമാണ്
കള്ളമാണെന്ന് മാത്രം പറയരുത്. അച്ഛൻ അവിടെ വന്നത് പൈസ അടിച്ചു മാറ്റിയതാണെന്നേ സത്യമാണ്, എനിക്കറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് ദേവി നിന്ന് കരയാ. ബാലൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കും. ബാലച്ച, ഒരുപാട് കള്ളങ്ങൾ ബാലച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബത്തിലുള്ളവരോടെല്ലാം ഞാൻ സ്നേഹം കാണിച്ചത് കള്ളമാണെന്ന് മാത്രം ചിന്തിക്കല്ലേ. എനിക്കിവിടെയുള്ള എല്ലാവരും എൻ്റെ സ്വന്തമാ. എൻ്റെ അമ്മ, അച്ഛൻ, കൂടപ്പറപ്പുകൾ, അനിയത്തിമാർ അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് അഭിനയമായിരുന്നില്ല എന്നും പറഞ്ഞ് കൈ കൂപ്പി നിന്ന് കരയാം. അപ്പം ദേവിയുടെ അവസ്ഥ കാണുന്ന ബാലന് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഗോമതിക്കും പാവം തോന്നുന്നുണ്ട്. എന്തൊക്കെയായാലും ദേവി ആ കുടുംബത്തിൽ നല്ലൊരു മരുമകൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഗോമതിക്കും തർക്കമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത്രയും കള്ളത്തരങ്ങൾ ദേവി പറഞ്ഞല്ലോ. ദേവിക്ക് മേലുള്ള വിശ്വാസം അത് ബാലനും ഗോമതിക്കും ഒരുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഗോമതി അവിടെ നിൽക്കുകയാണ്. ആ പാവ മാമനെ കള്ളനാക്കാൻ നീയും നിന്റെ അച്ഛനും കൂടി കാട്ടിക്കൂട്ടിയതല്ലേടി ഈ കള്ളത്തരങ്ങൾ മുഴുവനും എന്ന് ആനന്ദ് വീണ്ടും പറയാണ്. എന്നിട്ട് കള്ളം പിടിച്ചപ്പം ഇപ്പം പൂങ്കണ്ണീര് കാണിക്കുന്നു. ഈ നിമിഷം തന്നെ നിങ്ങളുടെ മകളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം എന്ന് ഉദയഭാനുവിനോട് ആനന്ദ് പറയാ. എനിക്ക് നിങ്ങളെപ്പോലൊരു കള്ളിയായ ഭാര്യയെ ആവശ്യമില്ല. ഇവളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഇനി ഒരിക്കൽ പോലും എനിക്കിനി ഇവളെ സഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് തീർത്തു പറയാണ് കേട്ടോ. അപ്പം ആനന്ദിൻ്റെ അങ്ങനെ ഒരു തീരുമാനം കേൾക്കുന്ന ദേവമംഗലത്തുള്ളവരും ഞെട്ടി നിൽക്കുകയാണ്. വീണ്ടും ഉദയഭാനു ബാലൻ്റെ മുന്നിൽ നിൽക്കുക. ഗതികേടുകൊണ്ടാ ബാല, ഒരുപാട് കടങ്ങളുണ്ട്, പൈസയൊക്കെ മോഷ്ടിക്കണമെന്ന് കരുതിയല്ല, എൻ്റെ നിവൃത്തികേടുകൊണ്ടാ എന്ന് പറഞ്ഞ് ഉദയഭാനു ചെയ്തതിനെ ന്യായീകരിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തും. പക്ഷെ ബാലൻ ഉദയഭാനുവിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല കേട്ടോ. എൻ്റെ ഇളയ മകളുടെ കല്യാണം ആലോചിച്ചിരിക്കുക. ഈ അവസ്ഥയിൽ ദേവി വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഭാവിയെ കൂടി അത് ബാധിക്കും. ബാലനും ഒരു പെൺകുട്ടി ഉള്ളതല്ലേ, ഒന്നും മനസ്സിലാക്കുക എന്നും പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോമതിക്കും ബാലനും ഒരു ചെറിയ രീതിയിൽ പാവത്താനൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ പോലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആനന്ദ് ഇടയിൽ കയറി പറയും, എന്നെപ്പോലെ ഏതോ ഒരു പാവത്താനെ പിടിച്ച് ഇളയ മകളെയും കെട്ടിക്കാൻ നോക്കുമായിരിക്കും. 100 കള്ളങ്ങൾ പറഞ്ഞായിരിക്കുമല്ലോ അവളെയും കല്യാണം നടത്തുന്നത്. എന്നിട്ടും ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇളയ മകൾക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ആ കല്യാണം ഇപ്പോഴേ മുടങ്ങുവാണെങ്കിൽ അതാ നല്ലത്. ഏതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെട്ടെന്നെങ്കിലും ചിന്തിക്കാലോ എന്ന് പറയാണ്. ഇപ്പം ഈ നിമിഷം ഇവളെ കൊണ്ട് പോവണം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവൾ ഇവിടെ താമസിച്ചാൽ ഒരു നിമിഷം പോലും പിന്നെ ഈ ആനന്ദ് ദേവമംഗലത്തുണ്ടാവില്ല. അച്ഛനും അമ്മയ്ക്കും ഇവളിവിടെ നിൽക്കുന്നതാണോ വലുത്, അതോ ഞാനിവിടെ വേണ്ടതാണോ എന്ന് ഇപ്പം തീരുമാനിക്കാമെന്ന് ആനന്ദ് പറയാം. ആനന്ദിൻ്റെ ഇത്രയും വാശി നിറഞ്ഞ ഒരു പ്രഖ്യാപനം കേൾക്കുമ്പം ബാലനും ഗോമതിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻ പറയും, ഉദയഭാനു നിങ്ങളിപ്പം ഈ മകളെയും വിളിച്ചുകൊണ്ട് പോ, അത് തന്നെയാണ് നല്ലത്. ആനന്ദിൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുക. ആർക്കും സഹിക്കാൻ പറ്റാവുന്ന തെറ്റുകളല്ല ദേവിയും നിങ്ങളും കൂടി ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് അവൻ്റെ മനസ്സൊന്ന് കലങ്ങുന്നത് വരെ ദേവി അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പം ബാലൻ ദേവി മോളെ എന്ന് പറഞ്ഞെടുത്ത് ദേവി എന്ന് പറയുമ്പം തന്നെ എന്തുമാത്രം അകൽച്ച ബാലൻ്റെ മനസ്സിലുണ്ടായി എന്ന് ദേവിക്ക് ബോധ്യപ്പെടുക. പെട്ടെന്ന് ദേവി തൻ്റെ ബാഗും എടുത്തുകൊണ്ട് ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് വരിക. അച്ഛ, ഈ കുടുംബത്തിലുള്ളവരെ മുഴുവനും ചതിച്ച ഇത്രയും കാലം ഞാനിവിടെ നിന്നത്. ഇനിയും ഇവിടെ ഞാൻ എന്തിൻ്റെ പേരിലാണ് അച്ഛ നിൽക്കേണ്ടത്? ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ആ പഴയ ദേവി ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല അച്ഛാ. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വേദനയേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് പറയാം. മോളെ അത് എന്ന് പറഞ്ഞ് ഉദയഭാനു ദേവിയെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വാശി പിടിച്ച് ഉദയഭാനുവിൻ്റെ കൂടെ ദേവി പോവാണ് കേട്ടോ. അപ്പം മകളെയും വിളിച്ചുകൊണ്ട് വരുന്ന കാണുന്ന ശ്രീകല ഉദയഭാനുവിനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. എന്താ മനുഷ്യ ഈ രാത്രി ഇവളെ വിളിച്ചുകൊണ്ടിങ്ങ് പോകുന്നത്? എന്താ ഉണ്ടായത് എന്ന് ചോദിക്കാം. നമ്മൾ ഭയന്നത് തന്നെ സംഭവിച്ചു. ദേവമംഗലത്തെ എല്ലാവരും നമ്മളെ പറ്റിയുള്ള സകല സത്യങ്ങളും മനസ്സിലാക്കി. ആനന്ദ് എല്ലാവരോടും പറഞ്ഞു. അവൻ നമ്മളെ ചതിച്ചോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ദേവി പറയും, ആരാമേ, ആരാരെ ചതിച്ചെന്ന? ആനന്ദേട്ടനല്ല, നമ്മളാ അവിടെയുള്ള എല്ലാവരെയും ചതിച്ചത് എന്ന് പറയാം. അല്ല മോളെ, അവനോട് ഞാൻ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞതാ, ദേവിയെ വേദനിപ്പിക്കരുത്, സത്യങ്ങളൊന്നും വീട്ടിൽ അറിയിക്കരുതെന്ന്. അല്ല, അങ്ങനെയൊക്കെ അമ്മ പറയുമ്പം തന്നെ കേൾക്കാൻ ആനന്ദേട്ടനോട് അമ്മ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അപ്പം ദേവി തിരിച്ചു ചോദിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ മോളെ ദേവി, നീ എന്തിനാ അച്ഛൻ്റെ കൂടെ പോകുന്നത്? നിന്റെ അനിയത്തിയുടെ ഭാവി ഒന്നുമില്ലാതായി പോവില്ലേ? ചേച്ചിയുടെ കല്യാണം ഈ അവസ്ഥയിലാണെന്നറിഞ്ഞാൽ ആ വീട്ടുകാർ നമ്മളെപ്പറ്റി എന്ത് കരുതും? നീ നാളെ തന്നെ ദേവമംഗലത്തേക്ക് മടങ്ങിപ്പോ. ബാലനും ഗോമതിയും ഒന്നും അത്ര ദുഷ്ടരല്ല. നിന്നെ കാണുമ്പം അവർ സ്വീകരിക്കും. ചിലപ്പം പഴയ സ്നേഹം കാണിച്ചില്ലായിരിക്കും. എങ്കിൽ പോലും പയ്യെ പഴയപടി ആകും മോളെ. നിനക്കറിയാലോ, നീ അവിടെ പിടിച്ചു നിൽക്കണം മോളെ എന്ന് ഉപദേശിക്കുകയാണ് കേട്ടോ. ഇല്ലമ്മേ, ഞാനിനി ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാൻ അർഹയല്ല. ഒരുപാട് സ്നേഹം തന്നതാ ആ കുടുംബത്തിലുള്ള എല്ലാവരും എനിക്ക്. പക്ഷേ അവരെനിക്ക് നൽകിയ സ്നേഹത്തെ ഞാനാ ചൂഷണം ചെയ്തത്. അതുകൊണ്ട് ഇനി ഒരിക്കൽ പോലും ഞാൻ
അവിടെ നിൽക്കില്ലമ്മേ, എൻ്റെ ആനന്ദേട്ടന് എന്നെ വേണ്ട. ഇപ്പം ബാലച്ചനും അമ്മയും എൻ്റെ കൂടപ്പറപ്പുകളും എല്ലാവരും എന്നെ വെറുത്ത് കാണും എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയാണ് കേട്ടോ. അതിനുശേഷം സ്വന്തം മുറിയിലേക്ക് പോയി കരയാം. അപ്പം അവിടെ നടന്ന ഓരോ സംഭവങ്ങളും ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. താൻ ഇനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ ആനന്ദേട്ടന് എന്നെ വേണ്ടെന്ന് തീർത്തു പറഞ്ഞു. ബാലച്ചനും അമ്മയും എല്ലാവരും എന്നെ വെറുത്ത് കാണും എന്നും പറഞ്ഞ് ഗോമതി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് കേട്ടോ. ദേവമംഗലം ഇല്ലാതെ ഒരു നിമിഷം പോലും നമ്മുടെ ദേവിക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ദേവി ആ കടുത്ത തീരുമാനം എത്തുക. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാനൊരു ബാധ്യതയാണ്, ആർക്കും ഒരു ബാധ്യതയായിട്ട് ദേവി ഇനി ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ദേവി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കൃത്യസമയത്ത് ഒരുപാട് ബ്ലഡ് പോകുന്നതിന് മുന്നേ തന്നെ ഉദയഭാനും ശ്രീകലയും കാണുന്നത് കൊണ്ട് തന്നെ ദേവിയെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കും. ഇതേ സമയം ദേവി വീട്ടിൽ നിന്ന് പോയ കാഴ്ച ഗോമതിയുടെ മനസ്സിൽ തന്നെ നിൽക്കുകയാണ്. ബാലേട്ട, ദേവി മോൾ ഒരു പാവമാണ്. ആ ഉദയഭാനു പറയുന്നതെല്ലാം കേട്ട് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടി. അതവളുടെ നിവൃത്തികേടല്ലേ. പക്ഷെ അവളെ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് പറയാം. പെട്ടെന്ന് ബാലൻ പറയും, എൻ്റെ തെറ്റാ, ഒരുപാടൊന്നും ആലോചിക്കാതെ വേഗം ആനന്ദിൻ്റെ കല്യാണം ഞാൻ നടത്തി. ഉദയഭാനു പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും സത്യമാണെന്ന് ഞാൻ കരുതി എന്ന് പറയാം. എങ്കിലും ദേവി മോൾക്ക് എല്ലാ സത്യങ്ങളും നമ്മളോടൊന്ന് പറയായിരുന്നില്ലേ ഗോമതി എന്ന് ചോദിക്കാം. അത് ബാലേട്ടൻ പറഞ്ഞത് നേരാ. അവൾ നമ്മളിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചത് തീരെ ശരിയായില്ല. അവളിലുള്ള സകല വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു അല്ലേ ബാലേട്ട എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലൻ പറയും, അതെ, ഇനി അവൾ എത്ര സത്യങ്ങൾ പറഞ്ഞാലും കള്ളവാണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ബാലേട്ട, അവളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? ആനന്ദിൻ്റെ ഭാര്യ അവൾ. ഈ കുടുംബത്തിന് വേണ്ടി അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മരുമകൾ തന്നെയാണ് അവൾ. ഈ കുടുംബത്തിൽ നല്ല മകൾ തന്നെ ആയിരുന്നു. അവളെ നമുക്ക് അധിക ദിവസമൊന്നും അവിടെ നിർത്തരുത്. ഉദയഭാനുവിൻ്റെ വർത്താനം കേട്ടില്ലേ, അവളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത് എന്ന് ഗോമതി പറയാം. ആനന്ദിൻ്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, നമുക്ക് തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ബാലൻ ഗോമതിയോട് പറയാൻ കേട്ടോ. ഇതേ സമയം വീട്ടിലെല്ലാവരും ദേവിയെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം മീനുവിനും മിത്രയ്ക്കും ഒക്കെ ദേവി ഇത്രയൊക്കെ കളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദേവിയുടെ അവസ്ഥയിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അനുവിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ജീവനെ അറിയിക്കണം. മുൻപേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്ന കാര്യം ജീവനോട് പറയണമെന്ന് വാശി പിടിച്ചത് ഇതുകൊണ്ടാണ് എന്ന് മിത്രയ്ക്കും മീനുവിനും ബോധ്യപ്പെടുക. ദേവി ആയിരുന്നല്ലോ ഒരു കളങ്കവും ഇല്ലാതെ വേണം അനു ജീവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനെന്ന് വാശി പിടിച്ചത്. അപ്പം അതൊക്കെ ഓർക്കുമ്പം അവർക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ദേവിയടത്തേക്ക് വേണ്ടി നമുക്ക് ആനന്ദേട്ടനോട് സംസാരിക്കാം എന്നൊക്കെ ഒരു തീരുമാനത്തിൽ അവരെത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.